ഹായ് ഹലോ അസ്സലാമു വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ് വട്ടുപത്തി ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ പഴം വാട്ടിയിട്ടുണ്ട് കേട്ടോ, നെയ്യിലാണ് വാട്ടിയെടുത്തിട്ടുള്ളത്. അപ്പോൾ അതും കൂടെ മക്കൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അതൊന്ന് വാട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവർക്ക് നല്ല ഇഷ്ടമാണ് നിങ്ങൾ നെയ്യിൽ വാട്ടിയെടുക്കുന്നത്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ടുണ്ട്. ഇന്ന് സ്കൂളില്ലാത്തൊരു ദിവസം തന്നെയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്ക് മിനിറ്റിന് അവർക്ക് വിശക്കും കൂടെ ചെയ്യും. അതായത് അങ്ങനെ വെറുതെ ഇരിക്കുകയല്ലേ, അപ്പോൾ കുറച്ച് നേരം കളിക്കും, കുറച്ച് നേരം ടി വി കാണും, പിന്നെ എന്തെങ്കിലും കഴിക്കാണ്ടോ ചോദിക്കും. അപ്പോൾ ഞാൻ ഒരു പൈനാപ്പിൾ ഉണ്ടായിരുന്നു, അത് മുളകും വെളിച്ചെണ്ണയും ഉപ്പും കൂടെ ഇട്ടിങ്ങനെ മിക്സാക്കി കൊടുക്കുകയാണ് ചെയ്തുള്ളത്. നല്ല ടേസ്റ്റാണ്. അതിൻ്റെ ആ എരിവും പുളിയും ഉപ്പും ഒക്കെ പാടാകുമ്പോഴേ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ നിങ്ങൾ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. തീർച്ചയായും എനിക്ക് ഇഷ്ടമാവും കേട്ടോ. പിന്നെ ഇപ്പോൾ ഇതാ ഇന്ന് ഉച്ചക്ക് വെണ്ടക്ക കറിയാണ് ഉണ്ടാക്കുന്നത്. ചോറും പിന്നെ മീൻ പൊരിച്ചതും അങ്ങനെയാണ് കേട്ടോ ഇന്ന് ഉച്ചക്കത്തെ ലഞ്ച്. അയില, മത്തി, മാന്തളങ്ങളിലൊക്കെ മീനിൽ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റൊക്കെ ഇടും കേട്ടോ. വലിയ ജീരകം പിന്നെ മസാല പൊടികളാണ് ഇട്ട് കൊടുക്കുക. വലിയ മീനിലൊന്നും ഞാൻ വല്ലാതെ വെളുത്തുള്ളി ഇഞ്ചിയൊന്നും ഇടാറില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ ഫ്ലേവർ വലിയൊരു ടേസ്റ്റ് എനിക്ക് തോന്നിയിട്ടില്ല. ഈ ഒരു ക്യാമറ ഉണ്ടല്ലോ, ഇതിങ്ങനെ നമ്മൾ ഭിത്തിയിലേക്കോ അല്ലെങ്കിൽ ഫ്ലോറിലേക്കോ ഇങ്ങനെ അടിച്ചു കൊടുത്താൽ അതിൻ്റെ സ്ക്രീനിലുള്ള ചിത്രം നമുക്ക് തെളിഞ്ഞ് കാണാം കേട്ടോ. നല്ല ഭംഗിയാണ് കാണാൻ. അപ്പോൾ അവനൊരു ക്രയോൺസിൻ്റെ പെട്ടിയൊക്കെ കൊടുത്തിട്ട് എന്ത് ചിത്രം വരയ്ക്കാമെന്ന് കുറേ എന്നോട് ചോദിക്കും. അങ്ങനെ മൊബൈലിൽ കുറേ ചിത്രങ്ങൾ കാണിച്ചു കൊടുത്താൽ അതൊന്നും അവനക്ക് ഇഷ്ടമായില്ല കേട്ടോ. പിന്നെ അവൻ ഉദിച്ച ബുദ്ധിയാണ് ഈ സ്റ്റൂളിൻ്റെ ഓട്ടയിൽ ഇങ്ങനെ മേലെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഓട്ടയിൽ കൂടെ അടിയിലൊരു ഒരു കടലാസ് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആ ചിത്രം അതിൽ വരുമല്ലോ. അപ്പോൾ അങ്ങനെ വരക്കാൻ മാറും. നല്ലൊരു ഐഡിയ ആയിട്ട് നല്ല രസകരമായിട്ടെന്ന് എനിക്ക് തോന്നിയിട്ടത്. അപ്പോൾ ഇതാ ഈവനിങ് ആയപ്പോൾ ദിവസം ബിരിയാണി വെക്കാം, ദിവസം ബീഫൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ബിരിയാണി വെക്കാൻ വിചാരിച്ചു. അപ്പോൾ ഇക്ക തന്നെയാണ് കേട്ടോ വെക്കുന്നത്. നമ്മളതിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ പോയി നിന്ന് നോക്കുക തന്നെ ഉള്ളൂ. കാരണം ഇക്ക വെച്ച നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ബിരിയാണി മന്തി അങ്ങനെയുള്ളതൊക്കെ വീട്ടിൽ വെക്കുമ്പോൾ ഇക്കാനെ ഏൽപ്പിക്കും കേട്ടോ. അപ്പോൾ ഇതാ ബിരിയാണി കായുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഇതാ രാത്രി ഒരു സമയം ഒരു 8 മണിയായിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഞങ്ങളൊക്കെ ഫുഡ് കഴിക്കുകയാണ്. അപ്പോൾ ടേസ്റ്റിൻ്റെ കാര്യം ഞാൻ പറയുന്നില്ല, നല്ല അടിപൊളി ബിരിയാണി, നിൽക്കുക വെച്ച ബിരിയാണി അല്ലേ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ നന്നായിട്ട് വെക്കാൻ അറിയുന്ന ഒരാൾ വീട്ടിലുണ്ടാകുമ്പോൾ വെറുതെ നമ്മൾ എന്തിനാ സാധനം വെറുതെ നാശാക്കണം വിചാരിച്ച് ഞാൻ ഇക്കാൻ്റെ അടുത്ത് കൊടുത്താണ് കേട്ടോ. അങ്ങനെ ഇതാ പിറ്റന്നത്തെയാണ് കേട്ടോ ഈ കാണിക്കുന്നത്. അതായത് പിറ്റന്ന് രാവിലത്തെ മക്കൾക്ക് സ്കൂളിലെ ദിവസമാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ലഞ്ച് കൊണ്ടുപോകുന്നുണ്ട് മോള്. അവൾ ചിലപ്പോൾ ലഞ്ച് കൊണ്ടുപോകും, അല്ലെങ്കിൽ അവൾ ഒന്നും കഴിക്കൊന്നുമില്ല കേട്ടോ. അവൾ അവിടുന്ന് സ്കൂളിൽ നിന്ന് കഴിക്കാൻ പറയും. അപ്പോൾ ഇന്നിപ്പോൾ അവൾക്ക് ഞാൻ മുട്ടയും അതുപോലെ റൈസൊക്കെ വെച്ചിട്ട് ഒരു ചെറിയൊരു തട്ടിക്കൂട്ട് ബിരിയാണി പോലെ, അതായത് എഗ്ഗ് ബിരിയാണി പോലെ ഉണ്ടാക്കി കൊടുക്കാൻ കേട്ടോ. അതാകുമ്പോൾ എളുപ്പമാവും ചെയ്യും, അവർക്ക് ഇഷ്ടത്തോടെ കഴിക്കുകയും ചെയ്യാം. അപ്പോൾ ഞാൻ എഗ്ഗ് ആദ്യം വറുത്തെടുത്തിട്ടുണ്ട്, ഗരം മസാല ചിക്കൻ മസാലയൊക്കെ ഇട്ടിട്ട് അങ്ങനെ സ്കൂളിലോട്ട് പറഞ്ഞയച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ദിവസം ചായ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എനിക്ക് എത്രത്തോളം ഇഷ്ടമായതെന്നും അറിയില്ല. ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനായിട്ടോ. അതുപോലെ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെന്തായാലും താഴെ അറിയിക്കുക. എങ്കിലും